ഉച്ചയ്ക്ക് 12:30 തുടങ്ങിയ പ്രതിഷേധം അവസാനിച്ചത് 2:30. സമരഭരിതമായി കേരള സർവകലാശാല ആസ്ഥാനം. പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം. അസാധാരണവും അതിസാഹസികവുമായ പ്രതിഷേധത്തിന് വേദിയായി കേരള സർവകലാശാല. ഗവർണറും വൈസ് ചാൻസലറും സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചാണ് SFI പ്രതിഷേധം സംഘടിപ്പിച്ചത്. സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ പോലീസ് പ്രകടനം തടഞ്ഞു. ജലപീരങ്കി പ്രയോഗം, ഉന്തും തള്ളും. ഇതിനിടയിൽ നേരത്തെ സർവകലാശാല വളപ്പിൽ കയറിയ പ്രവർത്തകരും മതിൽ ചാടിയെത്തിയവരും ആസ്ഥാന കെട്ടിടത്തിന്റെ വാതിൽ തള്ളിത്തുറക്കാൻ ശ്രമം. പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം. അപ്പോഴേക്കും സർവകലാശാല വളപ്പ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു. കാര്യങ്ങൾ പോലീസിന്റെ നിയന്ത്രണത്തിന് അപ്പുറമായി. ഭിത്തിയിലൂടെ അള്ളിപ്പിടിച്ച് കയറി ജനലിലൂടെ പ്രവർത്തകർ 1-ാം നിലയിലേക്ക് കയറി. അക്ഷരാർത്ഥത്തിൽ സർവകലാശാല ആസ്ഥാനം SFIയുടെ നിയന്ത്രണത്തിൽ. വൈസ് ചാൻസലറുടെ ചേംബറിന് മുന്നിൽ വൻ സംഘർഷം. ഗ്രില്ല് തകർത്ത് അകത്തു കയറാൻ പ്രവർത്തകരുടെ ശ്രമം. തടഞ്ഞു പോലീസ്. 1-ാം നിലയിലും ഇടനാഴിയിലും ഗോവണിയിലും ഉന്തും തള്ളും മുദ്രാവാക്യം വിളിയും. പ്രവർത്തകരെ ഒന്നൊന്നായി ബലം പ്രയോഗിച്ച് നീക്കി പോലീസ്. 2 മണിക്കൂറോളം എടുത്തു പോലീസിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ. SFI പ്രവർത്തകർക്ക് പിന്തുണയുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ട് സമരമുഖത്തെത്തി. RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതുജനാധിപത്യ പ്രസ്ഥാനവും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല. സമരം തുടരുമെന്ന് SFI. കാവ്യവൽക്കരിക്കാനാണ് RSS ശ്രമിക്കുന്നത്. അത് സംഘപരിവാറിന് മുന്നിൽ അടയൂർ വെക്കാനാണ് ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർമാർ ശ്രമിക്കുന്നത്. അതിനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിനെതിരായ അതിശക്തമായ സമരം കേരളത്തിലെ എല്ലാ തിരുവോരങ്ങളും ഉയർത്തിക്കൊണ്ടുവരും. സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലറുടെ ചേംബർ ഉപരോധിക്കുമെന്ന പ്രഖ്യാപനം നടപ്പാക്കിയ ശേഷമാണ് SFI പ്രവർത്തകർ മടങ്ങിയത്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ ശക്തമായ സമരം തുടരുകയാണ്. ഇതിനു പിന്നാലെയാണ് കേരള ഗവർണർക്കും കേരള സർവകലാശാല വൈസ് ചാൻസലറിനുമെതിരെ SFIയും സമരം ഘടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ സമരം തുടരുമെന്നാണ് SFIയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം സമര കലുഷിതമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സുധീഷിനും ശ്യാംകുമാറിനുമൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.